ബീരബൽ അതയാനും മെഹറും അല്ലേ? അവർക്കെന്തോ പ്രശ്നമുണ്ടല്ലോ. നമുക്കവരോട് ചോദിച്ചാലോ മഹാരാജൻ? നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞവരല്ലേ, എന്താ വിഷമിച്ചിരിക്കുന്നത്? മഹാരാജൻ, ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ വിവാഹത്തിനൊരു വലിയ തുക സമ്മാനിച്ചു. ഞങ്ങൾക്കത് എവിടെയെങ്കിലും നിക്ഷേപിക്കണം. പക്ഷെ ഞങ്ങൾ എവിടെ തുടങ്ങണം? വിഷമിക്കണ്ട, ബീരബല് നിങ്ങളെ സഹായിക്കും. അപ്പൊ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് തോട്ടം ഉണ്ടാക്കുന്നത് ഇഷ്ടമാണോ? അല്ല, തോട്ടം ഉണ്ടാക്കുന്നത് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നതായിട്ട് എന്താ ബന്ധം? അത് ഞാൻ കാണിച്ചു തരാം. സമ്പത്ത് വളർത്തുന്നത് ഒരു മരം വളർത്തുന്നതിന് തുല്യമാണ്. വരൂ, നമുക്ക് ഈ ചെടിയൊന്ന് നട്ടു നോക്കാം. തീർച്ചയായും, ഞാൻ പോയി ചെടിച്ചട്ടികൾ എടുത്തോണ്ട് വരാം. അത് വേണ്ട, അതിനു പകരം നമുക്ക് ഈ വലിയ കലത്തി വെച്ച് വളർത്താം. പക്ഷെ അവ ശരിയായിട്ട് വളരത്തില്ല. മാത്രമല്ല, അതിലേതെങ്കിലും ഒന്ന് ചീഞ്ഞാലും ബാക്കി എല്ലാം നശിച്ചു പോകും. വെവ്വേറെ നടുന്നതാ നല്ലത്. അത് ശരിയാണ്. ഈ ഓരോ മരവും നമ്മുടെ ഓരോ ലക്ഷ്യം പോലെയാണ്. അതിനോരോന്നിനും അതിൻ്റെതായ സമയം കൊടുക്കണം. പക്ഷെ ഏത് പദ്ധതി തിരഞ്ഞെടുക്കണം? അതിലോരോ മരത്തിനും വ്യത്യസ്തമായ സൂര്യപ്രകാശം, വെള്ളം, വളരാനുള്ള സമയവും കിട്ടണം. ചില മരങ്ങൾ വളരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടിയേക്കാം. ചില മരങ്ങൾ വളരാൻ സമയമെടുക്കും, പക്ഷെ അതേപോലെ ഫലം കിട്ടും. ആ ഫലം വലുതായിരിക്കും. അതേപോലെ എപ്പോഴും നമ്മളൊരു പരാജയം പ്രതീക്ഷിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നത് നമ്മുടെ വളർച്ചയെ തടയാൻ പാടില്ല. നിങ്ങളെ സ്വപ്നങ്ങളെ വളർത്തുമ്പോൾ ബുദ്ധിപരമായി വളർത്തൂ. സമാധാനത്തോടെ അതിനെ പരിപാലിക്കൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ നിക്ഷേപ പൂന്തോട്ടം പൂക്കൾ നിറഞ്ഞതാകും. അപ്പോൾ നമുക്ക് നമ്മുടെ ഐശ്വര്യത്തിന്റെ പൂന്തോട്ടം ആസ്വദിക്കാം.